ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ പ്രവൃത്തികൾ ഇന്ന് തന്നെ ചെയ്യും. യേശു ക്രിസ്തുവിൽ വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ നിങ്ങളെപ്പറ്റി പറയുന്നു, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് പൗലോസ്ലീഹ പറയുന്നു. ശ്രദ്ധിച്ചു നോക്കിക്കേ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി, an exceeding greatness of his power, അളവറ്റ ദൈവശക്തി. നിങ്ങളിപ്പോ ഒരു കാര്യം വിശ്വസിക്കുന്ന, കർത്താവെ എന്റെ വിഷയത്തിന്റെ മേൽ ചുമ്മാ വിശ്വസിക്കുകയല്ല, കർത്താവ് പറഞ്ഞതുപോലെ ഒരുവൻ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, നമ്മളൊരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം സകലതും നടക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയില്ലല്ലേ? നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയില്ല, ഒരു വഴിയുമില്ല. പക്ഷെ ആകെയുള്ളൊരു വചനമാണ്. ഈ വചനം വിശ്വസിക്കുമ്പോൾ, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഈ വചനം വ്യാപരിക്കും. ആ വചനം നിങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് വ്യാപരിക്കും. എങ്ങനെയാണ്? വിശ്വാസത്തിന്റെ അകത്ത് പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയുണ്ട്. ആ ശക്തി നിങ്ങളുടെ സകല ശൂന്യമായ അവസ്ഥയ്ക്കകത്തോട്ട് ഇറങ്ങി വന്നിട്ട് അവിടെ സൃഷ്ടിപ്പുകൾ നടക്കും. അതായത് ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ വചനം പറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അകത്ത് സൃഷ്ടിക്കുവാൻ കഴിയുള്ള പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയാൽ അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകും. ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവില്ലാത്തൊരു ശക്തി. ആ ശക്തിക്കകത്തിരുന്നുകൊണ്ടാണ് നിങ്ങൾ വചനം പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്, വിശ്വസിക്കുന്നത്. സൃഷ്ടിക്കുന്ന ദൈവശക്തി. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് അത്ഭുതങ്ങൾ കർത്താവ് സൃഷ്ടിക്കും. സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെ ഞാൻ അനുഗ്രഹിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ആ രോഗമുള്ള വേദനയുള്ള ഭാഗത്ത് കൈയൊന്നെടുത്ത് വെച്ച് എന്നിട്ട് പറ, യേശു എന്റെ രോഗത്തെ വഹിച്ചു, ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എന്റെ സൗഖ്യത്തിന്റെ സമയമാണ്, ഇപ്പോൾ എന്റെ അത്ഭുതത്തിന്റെ സമയമാണ്. ഏത് വിഷയമായിക്കോട്ടെ, നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ അത്ഭുത സൗഖ്യം നിറയുന്നു. അത്ഭുത സൗഖ്യം നിറയുന്നു യേശുവിന്റെ നാമത്തിൽ. എന്ന് വിശ്വസിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വിശ്വാസത്താൽ കണ്ടേ വലിയ അളവില്ലാത്തൊരു ശക്തി ഇറങ്ങി വന്ന് നിങ്ങളുടെ വിശ്വാസത്തിൽ സൃഷ്ടിപ്പുകൾ നടക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, സൗഖ്യങ്ങൾ നടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.